സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നമസ്തേ സജ്ജനങ്ങളെ, അനന്തപുരിയിലെ ഉത്സവ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ഭക്തി നിർഭരവും ആചാര അനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും പ്രാധാന്യം നൽകി വീഡിയോ പകർപ്പായി സൂക്ഷിക്കുന്ന ഞങ്ങളുടെ സംരംഭത്തിൽ ഇന്ന് തിരുവനന്തപുരം പാപ്പനംകോട് പട്ടാരത്ത് ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ 2025 നടന്ന 18ാം പുനഃപ്രതിഷ്ഠാ വാർഷികവും പൊങ്കാല മഹോത്സവവും ഏപ്രിൽ 27 മുതൽ മെയ് 6 വരെ നടക്കുകയുണ്ടായി. അതിൽ 9ാം ഉത്സവ ദിവസത്തിൽ ക്ഷേത്രത്തിൽ നടന്ന ക്ഷേത്ര ചടങ്ങുകളുടെയും കലാപരിപാടികളുടെയും സമ്മാനദാന ചടങ്ങിൻ്റെയും പള്ളിവേട്ട തിരിച്ചെഴുന്നള്ളത്തിൻ്റെയും പ്രസക്ത ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തിപുരസരം ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. ക്ഷേത്ര ഐതിഹ്യം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു വെളുത്ത വാവിൻ നാൾ രാത്രിയുടെ 3ാം യാമത്തിൽ സർവാഭീഷ്ടദായിനിയായ ശ്രീ ചാമുണ്ടേശ്വരി വനനിബിഡമായ ഈ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് സമീപത്തുള്ള കുളത്തിൽ നീരാടിയ ശേഷം പട്ടുചേലകൾ പൂവണ മരച്ചില്ലകളിൽ തൂക്കിയിട്ട് വിശ്രമിച്ചു. ഋഷിതുല്യനായ കുടുംബക്കാരനവർ പ്രഭാതത്തിൽ കണ്ടത് ഹാരം പോലെ തൂക്കിയിട്ടിരിക്കുന്ന പട്ടുചേലകളും ഒരു നാരുവട്ടി നിറയെ പല വർണ്ണങ്ങളിലുള്ള കുപ്പിവളകളും ചേലകളും കുങ്കുമച്ചിമിഴും സിന്ദൂരച്ചെപ്പും ഒരു ശൂലവും ആയിരുന്നു. അന്നു രാത്രി ബ്രാഹ്മമുഹൂർത്തത്തിൽ താപസവര്യനായ കുടുംബക്കാരനവർക്ക് ദേവി ദർശനം നൽകി. തൻ്റെ ഇരിപ്പിടം എവിടെയാണെന്നും ചെയ്യേണ്ട പൂജാവിധികൾ എന്തൊക്കെയാണെന്നും അരുളപ്പാടുണ്ടായി. നീരാടിയ കുളവും ചേലകൾ തൂക്കിയിട്ടിരുന്ന വൃക്ഷവും ദേവീ സാന്നിധ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇപ്പോഴും നിലകൊള്ളുന്നു. പട്ടുചേലകൾ ഹാരം പോലെ ഇട്ടിരുന്നതിനാൽ ഇവിടം പട്ടാരം എന്ന സ്ഥലപ്പേരോടുകൂടി പ്രസിദ്ധമായും ഇപ്പോൾ തെക്കൻ കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. ക്ഷേത്ര മാഹാത്മ്യം. സർവാഭീഷ്ട സിദ്ധി, വിദ്യാലാഭം, ഉദ്യോഗലബ്ധി, മംഗല്യഭാഗ്യം, സന്താനലാഭം, രോഗമുക്തി, സമ്പൽ സമൃദ്ധി, നാനാരിഷ്ടതകളിൽ നിന്നും മോചനം, ആരോഗ്യം, മനഃശാന്തി, ശത്രുസംഹാരം എന്നിത്യാദികളിൽ പ്രദാനം ചെയ്തുകൊണ്ട് വരദാനപ്രീതയായ പട്ടാരത്ത് ചാമുണ്ടേശ്വരി നാടിനെയും നാട്ടാരെയും സംരക്ഷിച്ചു പോരുന്നു. സർപ്പശാപഗ്രസ്തരായ സ്ത്രീകൾക്കും കുടുംബത്തിനും മോചനത്തിനും ഐശ്വര്യത്തിനും ഇവിടത്തെ നാഗർപൂജ പ്രസിദ്ധമാണ്. ശത്രുസംഹാരത്തിനും മറ്റു വ്യാധികളിൽ നിന്നുള്ള മോചനത്തിനും ഇവിടത്തെ കരിങ്കാളി പൂജയും കോഴി നേർച്ചയും പൊങ്കാലയും പ്രസിദ്ധമാണ്. ജന്മനാളുകളിലും പക്കനാളുകളിലും ദേവീപൂജ, പന്തിരുനാഴി, നാഗർപൂജ, തുലാഭാരം, ഗണപതി ഹോമം മുതലായവ നടത്തുന്നത് വളരെ വിശിഷ്ടമാണ്. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രി അവർകളും ക്ഷേത്ര മേൽശാന്തി ശ്രീ ഷാൻപോറ്റി അവർകളുമാണ്. ക്ഷേത്രവിലാസം. പട്ടാരത്ത് ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം ട്രസ്റ്റ്, പാപ്പനംകോട് ബസ് സ്റ്റേഷൻ എതിർവശം, വിശ്വംഭരൻ റോഡ്, സായിനഗർ റോഡ്, തിരുവനന്തപുരം, കേരളം. പിൻകോഡ് 695018. ഫോൺ നമ്പർ 0471249018. ശക്തി സ്വരൂപിണിയായ ശ്രീ ചാമുണ്ടേശ്വരി അമ്മയുടെ തിരുമുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ദേവിയുടെ കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു ക്ഷേത്രവിശേഷവുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
നമ്മുടെ പിള്ളേരായിട്ട് നീ ഗ്രാമം ജയിക്കുമെന്ന് പറഞ്ഞാൽ അവർ ജയിക്കില്ല. നമുക്ക് നമ്മുടെ വിചാരം നടത്തിക്കണം. അതുപോലെ പിള്ളേരും ഉണ്ടാകും. തീർച്ചയായിട്ടും ഇന്ന് ഏതൊരു വിധമില്ല. ഇന്ന് ലഹരി വസ്തുവിനെല്ലാം കാരണം അനുഷ്ഠാനങ്ങളെല്ലാം പാലിച്ച് പിള്ളേർ ആ രീതിയിലൊരു ജനറേഷൻ ഉണ്ടായ അവരെ ചുറ്റി എത്ര പേര് ഈ ഏറ്റവും നല്ല രീതിയിൽ റോഡ് അലങ്കരിച്ചതും സംഘാടകർക്കും അതുപോലെ തന്നെ വ്യക്തികൾക്കുമുള്ള ഒരു എളിയ സമ്മാന വിതരണമാണ് ഇന്ന് ഈ സ്റ്റേജിൽ നടക്കുവാൻ പോകുന്നത്. യുവ ആർട്സ് ആൻഡ് സ്പോർട്സിന്റെ പടുകൂറ്റൻ ട്രോഫി വരെയാണ് ഇത്. അയോധ്യ പ്രദേശത്ത് ആരെങ്കിലുണ്ടോ? അടുത്തതായി പാപ്പനംകോട് പൗരസമിതി, ഈജിപ്തിലുള്ള പാപ്പനംകോട് പൗരസമിതിയുടെ ശ്രീജിത്ത് കടന്നു വരികയാണ്. സമ്മാനം നൽകുന്നതാണ്. ദാഹിച്ചു വന്നപ്പോൾ നല്ല രീതിയിൽ ദാഹജലോകത്തെന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ്. വേദിയിലേക്കാണ് ശ്രീ സന്തോഷ് കുമാർ സാർ ഞങ്ങളെ വളരെയധികം നല്ല രീതിയിൽ അവർ സ്വീകരിച്ചു. ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണ സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി തന്ന ബഹുമാനമുള്ള മഠത്തിൽ ക്ഷേത്രം ഭാരവാഹികൾക്ക് ക്ഷേത്ര ട്രസ്റ്റിന്റെ പേരിലും സഭ പരിപാടികളുമുള്ള നന്ദി അറിയിക്കുകയാണ്. വളരെയധികം നന്ദി. അടുത്തതായി ഒറ്റത്തങ്കം റോഡലങ്കര കമ്മിറ്റിക്ക് 3ാമത്തെ പ്രൈസാണ്. ഉണ്ണി വളരെ നന്നായിട്ട് റോഡലങ്കരിച്ച് അത് മനോഹരമായി തന്നെ അവിടെ അലങ്കരിച്ചു. അതിൻ്റെ സമ്മാന വിതരണം നമ്മുടെ ട്രസ്റ്റിന്റെ ട്രഷറർ ബിജുകുമാർ നിർവഹിക്കുന്നു. അടുത്തതായി SNDP യൂത്ത് മൂവ്മെന്റ് അതിന്റെ സമ്മാന വിതരണം ശിവാനന്ദ സാർ അവറുകൾ നിർവഹിക്കുന്നതാണ്. ക്ഷേത്ര സെക്രട്ടറി ശ്രീ രാജീവ് അവറുകൾ ആദരിക്കുന്നു. അതുകൊണ്ട് എസ്റ്റേറ്റിലെ ഈ നേമം ശ്രീ മഹാഗണപതി വണ്ടി ഓടുന്ന കുട്ടനോ അദ്ദേഹത്തിന്റെ മകനോ കൂടെ അടുത്തുണ്ടെങ്കിൽ സ്റ്റേജിൽ ദയവായി വരിക. കുട്ടന് നല്ലൊരു കൈ കൊടുക്കണം. നമ്മുടെ നല്ല സഹകരണമാണ്. അതിന്റെ സമ്മാനം രജുവാണ്. നമുക്ക് നല്ല രീതിയിൽ ദേവിക്ക് രജു അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രസിഡന്റ് സമ്മാന വിതരണം നൽകും. പന്തൽ വർക്കിന്റെ കണ്ണനെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. സ്റ്റേജുമെല്ലാം ഈ കാണുന്ന മനോഹരമായ സ്റ്റേജെല്ലാം പുള്ളി ചെയ്തതാണ്. ഷാലു സൗണ്ട്സ് ജഗതി അദ്ദേഹത്തിന് ക്ഷേത്ര ട്രസ്റ്റിന്റെയും ഉത്സവ കമ്മിറ്റിയുടെയും ചെറിയൊരു ആദരവുണ്ട്. അതിന്റെ മുതലാളിയായ ശ്രീ ലാലുവിനെ സ്റ്റേജിലേക്ക് സഹർഷം സ്വാഗതം. നല്ലൊരു കൈ കൊടുക്കും. ഞാൻ തന്നെ കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. അത് പക്ഷേ ടച്ച് കൊണ്ടായിരിക്കും. ശരി, ഞാൻ തന്നെ കൊടുത്തേക്കാം. നല്ല ഉഗ്രൻ ഒരു സൗണ്ട് എഞ്ചിനീയർ അദ്ദേഹത്തിനുണ്ട്, ശ്രീ കാർത്തികിനെ ഒരു ചെറിയ ആദരവ്. തുടക്കം മുതൽ അവസാനം വരെ ഭക്തി നിർഭരമായ മനോഹരമായ കാവടി കാഴ്ചവെച്ച പൂജപ്പുര ശ്രീ സതീഷ് കുഞ്ചുവിനും ടീമിനും ഹൃദയത്തിൽ തൊട്ട അഭിമാനത്തോടെ പറയാൻ മടിക്കാത്ത ഒരു നല്ല കൈയടി നിങ്ങൾ കൊടുക്കും. ആദ്യം തന്നെ ഹൃദയത്തിൽ തൊട്ട
ഭക്തജന കൂട്ടായ്മ, പട്ടാരത്തമ്മയുടെ ഭക്തജന കൂട്ടായ്മ എത്ര പറഞ്ഞാലും മതിയാവില്ല. അക്കൂട്ടത്തിൽ അവർക്ക് വേണ്ടി ഒരു ആദരവ് ദേവിയുടെ സാന്നിധ്യത്തിൽ നൽകുകയാണ്. വളരെ വളരെ മനോഹരമാണ് ഭക്തജന കൂട്ടായ്മയുടെ ആ ഒരു കൂട്ടായ്മയിൽ തീർത്ത ഒരു അഹങ്കാരത്തോട് പറയാണ്. പക്ഷെ ഒരു ചെറിയ രീതിയിലൊരു മുൻതൂക്കം നമ്മുടെ യുവ ആർട്സ് ആൻഡ് സ്പോർട്സിനുണ്ട്. ദേവിയുടെ നാമത്തിൽ ഒരു ചെറിയ ആദരവ് കൊടുക്കുന്നതിലേക്ക് വേണ്ടി അതിന്റെ സംഘാടകരെ സഹർഷം സ്വാഗതം ചെയ്യാം. അതുകൊണ്ട് പട്ടാരത്ത് സാംസ്കാരിക സമിതിയുടെ ചുണക്കുട്ടന്മാർക്ക് നല്ലൊരു കൈയോട് കൊടുക്കും. അവരെ ദേവിയുടെ സാന്നിധ്യത്തിൽ ഒരു ആദരവ് ക്ഷേത്ര സെക്രട്ടറി ശ്രീ രാജീവ് നൽകുകയാണ്. കമാൻ, നല്ലൊരു കൈയോട് എടുത്തേ. നമ്മുടെ ചെണ്ടമേളം അവരുടെ മേളം കേട്ടാണ് ദേവിയമ്മ ഉണരുന്നത്. അതുകൊണ്ട് അവർക്ക് മനസ്സ് നിറയെ നല്ലൊരു കൈ കൊടുക്കും. യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് കൂടെ ചെയ്യുന്നുണ്ടോ? കൂറ്റൻ ട്രോഫിയാണ്. നല്ല രീതിയിലൊരു റോഡലങ്കാരം നടത്തിയത് ആരെന്ന് നിങ്ങൾക്ക് പറയാമോ? ഓഡിയൻസ് ആരാ? അംഗങ്ങൾ കൈമാറുകയാണ്. എവർ റോളിംഗ് ട്രോഫിയാണ്. വർഷവും വാങ്ങാനുള്ള ഭാഗ്യം ദേവി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ സെക്കൻഡ് പ്രൈസ്. ക്ഷേത്ര ട്രസ്റ്റിന്റെ പേരിലുള്ള കേശവാർഡും അതുപോലെ തന്നെ യുവ ആർട്സ് ആൻഡ് സ്പോർട്സിന്റെ എവർ റോളിംഗ് ട്രോഫിയും ഉണ്ട്. സിന്ധുവിന്റെ ടീമിലുള്ള ആരെങ്കിലും ഉണ്ടോ? രാജേഷ് കൊട്ടാരം അവരെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. രാജേഷിന്റെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നല്ല രീതിയിൽ വിളക്ക് കേട്ടുകൊണ്ടുവന്നു. ശിവാനന്ദ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. റോഡലങ്കാരം ചെയ്തിട്ടുണ്ട്. അതിന്റെ സംഘാടകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രീ ഗണേശനോ മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. നമ്മുടെ ദേവിക്ക് വേണ്ടി നല്ല സ്വീകരണമൊക്കെ തന്നു. വളരെ മനോഹരമായി ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് നല്ലൊരു കൈയോടെ കൊടുക്കും. ഇനി എല്ലാ ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര ട്രസ്റ്റിന്റെ പേരിലും ഉത്സവ കമ്മിറ്റിയുടെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. 18 വർഷങ്ങളിലും 18 വ്യത്യസ്തമായ രീതിയിലുള്ള എഴുന്നള്ളിപ്പായിരുന്നാലും കാവടിയായിരുന്നാലും പൂജകളായിരുന്നാലും വ്യത്യസ്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ വർഷത്തിൽ വേറൊരു വ്യത്യാസം കൊണ്ടുവരാനായിട്ട് ഞങ്ങളിൽ ഒരാളിന് സാധിച്ചു. നമ്മുടെ എഴുന്നള്ളിപ്പിന് പുറത്തെഴുന്നള്ളിപ്പിന് ദേവിയുടെ തിടമ്പലങ്കരിച്ച് നിങ്ങളെല്ലാവരും കണ്ടു കാണും. വളരെ മനോഹരമായി നമ്മുടെ രാഹുൽ ചിക്കു വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു അത് ചിക്കു തന്നെ പറയും. കുട്ടു, അത് പേട്ടയിലുള്ള കുട്ടു എന്നുള്ള സഹപ്രവർത്തകനുമായിട്ട് ദേവിക്ക് കിരീടമൊക്കെ മണിഞ്ഞ് ആ വാളും ശൂലും ഒക്കെ വെച്ച് വളരെ ഭംഗിയായി അലങ്കരിച്ച ചിക്കുവിന് ക്ഷേത്ര ട്രസ്റ്റിന്റെ ഒരു ആദരവും. എല്ലാവരും ഒന്ന് കൈയടിച്ച്.
നമ്മുടെ പ്രവർത്തനം അലങ്കരിച്ച യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് അതിൻ്റെ ഈ പറഞ്ഞ കമ്മിറ്റിയുടെ ആദരവ് ഭാഗമായിട്ട് വന്ന ജിഗേഷ് ഉണ്ടെങ്കിൽ സെക്കൻഡ് പ്രൈസ് വാങ്ങാൻ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. അത് നമ്മൾ യൂട്യൂബ് ചാനൽ വഴി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്നതാണ്. ഇന്ന് ഈ വേദി പങ്കിട്ട ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ക്ഷേത്രത്തിലെ ആഘോഷ പരിപാടിയും പൊങ്കാലയും ആറാട്ടെല്ലാം കവർ ചെയ്യുന്നതാണ്. ഭക്തജനങ്ങൾക്ക് യൂട്യൂബ് ചാനൽ വഴി ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഇത് എത്തിച്ചേരുന്നതാണ്. എല്ലാവർക്കും നന്ദിയുണ്ട്.
പട്ടാരത്ത് ക്ഷേത്രത്തിന്റെ ചരിത്രം ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം. ചരിത്ര പ്രസിദ്ധവും പുണ്യഭൂമിയുമായ ഈ ക്ഷേത്രത്തിൽ പുരാതനമായി ഉണ്ടായിരുന്ന ക്ഷേത്രത്തിനെക്കാളും ഇപ്പോൾ വ്യത്യസ്തമായത് ഇവിടത്തെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നത് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ചരിത്ര പ്രസിദ്ധമായ ചാമുണ്ടേശ്വരി പാർവതിയുടെ അവതാരമാണ്. ചണ്ടനെയും മുണ്ടനെയും ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ദേവി അവതാരമെടുത്താണ് ചാമുണ്ടേശ്വരിയായത്. ആകാശമാർഗെയുള്ള യുദ്ധം കഴിഞ്ഞിട്ട് ആകാശമാർഗെ 7 സിംഹത്തിൽ രഥത്തിൽ യാത്ര ചെയ്ത ദേവി ഈ പുണ്യഭൂമി ദർശിക്കുകയും ഇവിടെ ചന്ദ്രനിൽ കുളിച്ചു നിൽക്കുന്ന ഒരു പൊയ്ക കാണുകയും ആകാശമാർഗെ നേരെ പട്ടാരത്തുള്ള സ്ഥലത്തേക്ക് വരികയും അടുത്തുള്ള കുളത്തിൽ നീരാടി പട്ടുചേലകൾ പൂവണമരം ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അതിൽ പട്ടുചേലകൾ തൂക്കിയിട്ട് ഹാരം പോലെ കിടന്ന സ്ഥലത്തിന് പിന്നെ പട്ടുഹാരം എന്നുള്ളത് പിന്നെ പട്ടാരമായി മാറി ദേവി അവിടെ വിശ്രമിക്കുകയായിരുന്നു. പ്രഭാതത്തിൽ ഇവിടെ ഇരുന്ന കുടുംബക്കാരണവർ ദർശനം നടത്തിയപ്പോൾ മനസ്സിലായത് പട്ടും ഹാരം മാതിരി കിടക്കുന്ന സ്ഥലം ഇതെന്താ അതിശയമായ കാര്യമാണെന്ന്. അദ്ദേഹത്തിന് രാത്രി ദർശനം ദേവി നൽകിയത് ഞാൻ ചാമുണ്ടേശ്വരിയാണ്, പാർവതിയുടെ അവതാരമാണ്, ചണ്ടനെയും മുണ്ടനെയും നിഗ്രഹിച്ച ശേഷം ക്ഷീണം മാറ്റാൻ പട്ടാരത്തിന്റെ ഭംഗിയും സൗന്ദര്യം കണ്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയതാണ്. എനിക്കിവിടെ ഒരു അമ്പലം പണിയണം. അങ്ങനെ കുടുംബകാരണവർക്ക് ദർശനം കൊടുക്കുകയും ദേവി അപ്രത്യക്ഷയാവുകയും ചെയ്തു. അതിനുശേഷം കുടുംബകാരണവരുടെ വഴി ഈ ക്ഷേത്രം ചെറിയ ക്ഷേത്രമായത് ഇന്നൊരു മഹാക്ഷേത്രമായി മാറി. ആ മേടമാസത്തിലെ മഹനാളിലാണ് ദേവിയുടെ പൊങ്കാല നടക്കുന്നത്. അതിന് 10 ദിവസത്തേക്ക് മുമ്പായിട്ട് കൊടിയേറ്റ് ചടങ്ങ്. കൊടിയേറ്റ് ചടങ്ങ് കഴിഞ്ഞ് പുറത്തെഴുന്നള്ളിപ്പ്, പിന്നെ കാവടി ഘോഷയാത്രയുണ്ട്. 5ാം ഉത്സവം മുരുകന്റെ ക്ഷേത്രം ഉള്ളതുകൊണ്ട് കാവടി ഘോഷയാത്രയും അഗ്നി കാവടി മറ്റ് പീലി കാവടികൾ എല്ലാം 5ാം ഉത്സവത്തിന്. ബാക്കി 7ാം ഉത്സവത്തിന് ദേവിയെ പുറത്തെഴുന്നള്ളിക്കുന്നു. അതിനുശേഷം വരുന്നത് നമ്മുടെ പൊങ്കാല മഹോത്സവത്തിന്റെ തലേ ദിവസമാണ് ഇന്ന്. 9ാം ഉത്സവ ദിവസം ദേവിയുടെ പള്ളിവേട്ട, പള്ളി ഉറക്കം, പിന്നെ 10ാം ഉത്സവം രാവിലെ പള്ളി ഉണർത്തൽ പൂജ. പള്ളിവേട്ടയ്ക്ക് പുറത്ത് പോകുന്നുണ്ടോ? പള്ളിവേട്ടയ്ക്ക് പുറത്ത് പോകുന്നുണ്ട് 9 മണിക്ക്. 9 മണിക്ക്. അത് എവിടെയാണ് പോകുന്നത്? അത് അമ്പലത്തിന്റെ ലാസ്റ്റ്, കാമ്പൗണ്ടിന്റെ ലാസ്റ്റ് ഭാഗം. പള്ളിവേട്ട കഴിഞ്ഞ് 9 മണിക്ക് വന്ന് 10 മണിക്ക് പള്ളി നിദ്ര. പിന്നെ രാവിലെ 5:30 മുതൽ പള്ളി ഉറക്കം ഉണർത്തുന്ന ഒരു എല്ലാ ചടങ്ങുകളും. അത് കഴിഞ്ഞ ശേഷം ക്ഷേത്രക്കുളമുണ്ടോ? ആ ക്ഷേത്രക്കുളമുണ്ട്. അത് പുരാതനമായ ഒരു ക്ഷേത്രക്കുളമാണ്. ദേവി ദീനാടിയ കുളമാണത്. അതിപ്പോ പരിപാലിച്ച് ഭംഗിയായിട്ട് നല്ല രീതിയിൽ പരിപാലിച്ച് വെച്ചിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ ക്ഷേത്രത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഈ ക്ഷേത്രത്തിൽ എത്താനുള്ള വഴികൾ പറയാമോ? വഴികൾ തിരുവനന്തപുരത്ത് നിന്ന് വരാൻ പറ്റുന്നത് നമുക്ക് പാപ്പനംകോട് ജംഗ്ഷനിൽ വന്നിട്ട് 1 കിലോമീറ്റർ, പിന്നെ മരുതൂർ കടവ് വഴി വരാം. ആറ്റുകാൽ മരുതൂർ കടവ് വഴി എന്ന 2 കിലോമീറ്റർ. അങ്ങനെയാണ് 2 ഭാഗത്തുള്ള വഴി. പിന്നെ നേമം വഴി വരാം. നേമത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അമ്പലത്തിൽ വരാവുന്നതാണ്. അങ്ങനെ 3 വഴികൾ സജ്ജമാണ്. ഈ സ്ഥലത്തിന്റെ പേര്? ആദ്യകാലങ്ങൾ പട്ടും ഹാരവുമായിരുന്നു ദേവിയുടെ. അതിനുശേഷം അത് പട്ടാരമായി മാറി. പാപ്പാന്മാർ കൂടുതലുള്ള ആനകളെ മേച്ചിരുന്ന ഇവിടുത്തെ സ്ഥലം ആയതുകൊണ്ട് അത് പാപ്പനംകോടായി മാറി. അങ്ങനെയാണ് പേര് പാപ്പനംകോടായി മാറുന്നത്. പേരിന്റെ നാമം വന്നത് അങ്ങനെ? നാമം എന്നത് ഇവിടെ കൂടുതൽ ആനകളെ മേച്ചിരുന്ന ഒരു വനഭൂമിയായിരുന്നു. കൊട്ടാരം ആനകളെല്ലാം മേച്ചിരുന്ന സ്ഥലം ഇവിടെ തിരുവനന്തപുരത്ത്. ചാമുണ്ടേശ്വരി ദേവി ശാന്തസ്വരൂപിണിയാണോ? ആദ്യം ശാന്തസ്വരൂപിണിയായിരുന്നു. ദേവിയുടെ മുഖത്ത്, അതായത് ചുണ്ടിൽ വരുന്നത് പുഞ്ചിരിയും കണ്ണുകളിൽ വരുന്ന രൗദ്രഭാവമാണ്. ദേവി പാർവതിയുടെ അവതാരം ചണ്ടനെ മുണ്ടനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി അങ്ങനെ രൗദ്രഭാവമായി മാറുകയും അവസാനം ആ നിഗ്രഹ കഴിഞ്ഞതിന് ശേഷം ശാന്തസ്വരൂപിണിയായി പട്ടാരത്ത് കുടികൊള്ളുന്നു. എൻ്റെ ഒരു അറിവ് വെച്ച് പറയണമെങ്കിൽ എൻ്റെ ഈ പ്രായത്തില് എനിക്ക് മുമ്പുള്ള അമ്മമാരും മുത്തശ്ശന്മാരും പറഞ്ഞു തന്ന പഴയ കഥകൾ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു 6ാമത്തെ തലമുറയിലെ കുഞ്ഞാണ്. 6ാമത്തെ തലമുറയാകുമ്പോൾ 600 വർഷത്തിന് മുകളിലുള്ള കഥ എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം അവരെല്ലാം മൺമറഞ്ഞു പോയതാണ്. വർഷങ്ങൾ പഴക്കമുള്ള പുരാതന ക്ഷേത്രമാണ്. അതിന് നമുക്ക് ഉദാഹരണം പറയുവാൻ വേണ്ടി സർവ്വസാക്ഷിയായി നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള പൂവണവൃക്ഷം നോക്കുകയാണെങ്കിൽ കാലപ്പഴക്കം നമുക്ക് എടുക്കാൻ പറ്റും. നൂറ്റാണ്ടുകൾ പഴക്കം, അങ്ങനെയാണ് പറഞ്ഞത്. ചരിത്ര പ്രസിദ്ധവും പുണ്യഭൂമിയുമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാതനമായ ഒരു ക്ഷേത്രമാണ് പട്ടാരൻ ക്ഷേത്രം. ഇത് പുറം ലോകം അറിയാത്തതാണ് നമുക്കെല്ലാം ഉള്ള വിഷയം. ഇന്ന് പുറം ലോകം മനസ്സുകളിലേക്ക് പട്ടാരത്തമ്മയുടെ ചരിത്രവും ക്ഷേത്രവും എല്ലാം അവർക്ക് കാണാപ്പാടമായി മാറി. ഇവിടെ ജനപ്രവാഹമാണ് ഇപ്പോൾ ഉത്സവത്തിന്. സാധാരണ ക്ഷേത്രങ്ങൾ കാണുന്ന രീതിയിലല്ലാതെ പട്ടാരത്തമ്മ ഇത്രയും വലിയൊരു പ്രതിഷ്ഠയായിട്ട് ഇങ്ങനെ വയ്ക്കാനുള്ള പട്ടാരത്തമ്മയുടെ ആഗ്രഹം അനുസരിച്ച് ദേവി അങ്ങനെയുള്ള ആളാണ്. അതായത് പാർവതിയുടെ ദേവിയുടെ അവതാരമായ ചാമുണ്ടേശ്വരിക്ക് അത്രയും പവർഫുള്ളാണ്. മറ്റു ക്ഷേത്രങ്ങൾക്കാളും ദേവിയുടെ പുനരുദ്ധാരണം നടക്കുന്ന സമയത്ത് ദേവിയുടെ ഇഷ്ടമനുസരിച്ച് ജ്യോത്സ്യനെ വിളിക്കുകയും അങ്ങനെ ജ്യോത്സ്യന്റെ വിധി പ്രകാരമാണ് ദേവിയുടെ അളവെടുക്കുകയും അങ്ങനെ ഒരു വലിയൊരു അമ്പലത്തിനകത്ത് ഇത്രയും ഒരു ദേവിയുടെ വിഗ്രഹം വന്നത് അങ്ങനെയാണ്. ഏകദേശം 6.25 അടി
പൊക്കവും അതിനൊത്ത ശരീരവും. ഈ പ്രദേശത്ത് തിരുവനന്തപുരത്തല്ല കേരളത്തിൽ തന്നെ ഇങ്ങനൊരു വിഗ്രഹം ഉണ്ടോ എന്നുള്ള കാര്യം വരെ സംശയമാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും അത് അറിവുള്ളതാണ്. അകത്ത് എന്തൊക്കെ പ്രതിഷ്ഠ ഉണ്ട്? അകത്തുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ദേവി കഴിഞ്ഞാൽ, അതായത് പ്രധാന ദേവി ചാമുണ്ടേശ്വരിയാണ്. അതിനുശേഷം പഴയ കാലങ്ങളിൽ ദേവിയെ പൂജിച്ചിരുന്ന മന്ത്രമൂർത്തി യോഗീശ്വരന്മാർ, അതിനുശേഷം ഗണപതി ഭഗവാൻ, അയ്യപ്പൻ, മുരുകൻ എന്നീ ഉപദേവന്മാരും അകത്തുണ്ട്. പുറത്തുള്ളവർ മുനീശ്വരൻ. പഴയകാലത്ത് ഇവിടെ വൈദ്യചികിത്സ ഉണ്ടായിരുന്ന സ്ഥലമാണ്, വനനിബിഡമായ സ്ഥലമാണ്, വസൂരി ചികിത്സ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ മുനീശ്വരൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞാൽ അടുത്ത് ഗന്ധർവൻ, യക്ഷിയമ്മ, സുന്ദര യക്ഷിയമ്മയാണ്, സാധാരണ യക്ഷിയല്ല, സുന്ദരിയായ യക്ഷിയമ്മയാണ്. ഗന്ധർവൻ, ആകാശ യക്ഷിയമ്മ, ഹനുമാൻ സ്വാമിയുണ്ട്, നാഗരുണ്ട്, കരിങ്കാളി അമ്മയുണ്ട്. വലതുവശത്ത് മർദ്ദ തമ്പുരാട്ടി. മർദ്ദ തമ്പുരാട്ടിയുടെ ചരിത്രം വളരെ കാലപ്പഴക്കമുള്ളൊരു ചരിത്രമാണ്. എനിക്ക് പോലും അറിയില്ല, എന്റെ പൂർവികർ പറഞ്ഞതാണ്. ആ ക്ഷേത്രം ഇന്ന് ഒരു മഹാസമാധിയായി വർഷങ്ങൾക്ക് പഴക്കമുള്ള അതേ കാലത്തിൽ ഉണ്ടായ ക്ഷേത്രം. അതിന്റെ തനിമ നിലനിർത്തി ക്ഷേത്രം ട്രസ്റ്റ് ഇപ്പോഴും പരിപാലിച്ചു പോകുന്നു. ഒരു കാലഘട്ടത്തിൽ മർദ്ദ തമ്പുരാട്ടിയുടെ മഹാസമാധി സാധാരണ രീതിയിലുള്ള വാതിലായിരുന്നു. ഒരൊറ്റ രാത്രിയും പകലും കൊണ്ടാണ് മൺപുറ്റ് വളർന്നു കയറി ഈ ഡോറിനെ ക്ലോസ് ചെയ്തത്. അടഞ്ഞിരുന്ന വാതിൽ ഭക്തജനങ്ങൾക്ക് ദർശനം കിട്ടാത്തൊരവസരം വന്നപ്പോൾ അതിന്റെ തച്ചുശാസ്ത്രം അനുസരിച്ച് ആളെ കൊണ്ടുവന്ന് എല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം ഭക്തജനങ്ങൾക്ക് ദർശനം നടക്കാൻ കണക്കാക്കി ആ വാതിൽ കുറച്ച് ഭാഗം തുറന്നു വെച്ചിട്ടുണ്ട്. ബാക്കി ഭാഗം അടയ്ക്കാനോ തുറക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ്. അമ്മയുടെ പ്രതിഷ്ഠയ്ക്ക് അനുസരിച്ചുള്ള പുറ്റുകളാണ് അവിടെ വളർന്നിരിക്കുന്നത്. ആയതിനാൽ ഇത് അടയ്ക്കാനോ തുറക്കാനോ പറ്റില്ല. അമ്മയുടെ ആഗ്രഹം സദാസമയവും ഭക്തജനങ്ങളെ കാണണം എന്നുള്ളതാണ്. ആ ഒരു രീതിയിലാണ് ഇപ്പൊ പോകുന്നത്. രാത്രി മൊത്തം രാത്രിയും പകലും വിളക്കുണ്ട്. വിളക്കണയത്തില്ല. ശാന്തിമാര് അത് കണക്കായി കത്തിക്കുന്നുണ്ട്. കുടുംബ കാരണവന്മാർ ആ കാലഘട്ടത്തിൽ പൂജിച്ചിരുന്നവർ തന്നെയാണ് ഇപ്പോഴും കുടുംബത്തിൽ നിന്ന് ആ പൂജാവിധികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. 10ാം ഉത്സവം നടക്കുന്ന ദേവിയുടെ പൂജയും വഴിപാടിനടുത്ത് മകന്തിരുന്നാൾ ആഘോഷവും പൊങ്കാല ദിവസം, അന്നേ ദിവസമാണ് വട്ടിത്താലപ്പൊരി എന്ന ഒരു മഹാചടങ്ങ് കുഞ്ഞുങ്ങൾക്ക് 10 വയസ്സിന് താഴോട്ടുള്ള കുട്ടികളെയാണ് ഇത് നടപ്പിലാക്കുന്നത്. അപ്പൊ അതിൽ 100 കുട്ടികളുണ്ടെങ്കിൽ അതിൽ നിന്ന് 100 പേരെയും കൂടെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ഒരു കുഞ്ഞിനെ തിരഞ്ഞെടുത്തിട്ട് ദേവിക്കൊപ്പം നിർത്തും ഈ ഒരു മഹാചടങ്ങ്. അതായത് നമ്മുടെയൊക്കെ ഒരു ഓർമ്മ വെച്ച് നോക്കണേ, ലോകത്ത് വെച്ച് ഒരു സ്ഥലത്തും വട്ടിത്താലപ്പൊരി എന്ന് പറഞ്ഞ താലപ്പൊരി നമ്മൾ കേട്ടിട്ടില്ല. അത് പട്ടാളത്ത് ക്ഷേത്രത്തിന് മാത്രം സ്വന്തം. ക്ഷേത്രത്തോളം പഴക്കമുള്ള ദേവിയുടെ ബാല്യകാലമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുഞ്ഞുങ്ങളെ 10 വയസ്സിന് താഴോട്ടാകുമ്പോൾ ചാമുണ്ടേശ്വരി ദേവിയുടെ ബാല്യകാലമാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു മഹാചടങ്ങ് നടക്കുന്നത്. ഇത് പൊങ്കാല ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കായിരിക്കും ആ ഒരു ചടങ്ങ് നടക്കുന്നത്. അതിനുശേഷമാണ് പൊങ്കാല നിവേദ്യം. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ക്ഷേത്രത്തിൽ ഇന്ന് നമ്മൾ നിൽക്കുകയും ഭരണം നടത്തുന്നതിനുള്ള പ്രധാന കാരണം നമ്മുടെ കാരണവന്മാരാണ്. മുൻകാലങ്ങളിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരുന്ന കാരണവന്മാർ അവരുടെ ഒരു സാന്നിധ്യത്തിൽ ഈ ഒരു മഹാക്ഷേത്രം നമ്മളെ കൈകളിലേക്ക് എത്തിച്ച അവർക്കൊരു പ്രണാമം. പിന്നെ നമ്മളെ കൂട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ട്രസ്റ്റ് മെമ്പർമാരും സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ, പല വിഭാഗത്തിരുന്നവരെല്ലാം മൺമറഞ്ഞു പോയി. അവർക്കെല്ലാം ഈ ഒരു അവസരത്തിൽ പ്രണാമം നൽകുന്നു. അവരുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് പുണ്യഭൂമിയിൽ ഈ ഒരു പ്രവർത്തനത്തിന് നമുക്ക് ഇറങ്ങാൻ പറ്റിയത്. ചരിത്ര പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൽ 10 ദിവസത്തെ ഉത്സവ പരിപാടികൾ നടക്കുകയാണ്. അതിന്റെ പുറകിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷേത്ര ട്രസ്റ്റിന്റെ അംഗങ്ങളായിട്ടുള്ള പ്രസിഡന്റ് മനു അദ്ദേഹമാണ്. പിന്നെ രാജീവ് ഓമനക്കുട്ടനാണ് മാനേജിംഗ് ട്രസ്റ്റി. ഞാൻ ട്രഷറാണ് വിജുകുമാർ. പിന്നെ എൻ്റെ കൂടെ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റ് ട്രസ്റ്റ് ഭാരവാഹികൾ ചേർന്നവർ 28 കമ്മിറ്റി അംഗങ്ങളാണ് ഈ ക്ഷേത്രത്തിന്റെ ഭരണസഭയിൽ നടത്തുന്നത്. അവരുടെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണ് പഴയ കാലത്തിരുന്ന ക്ഷേത്രത്തിനെ മാറ്റിയിട്ട് ഈ കാണുന്ന ഒരു രീതിയിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. 3 വർഷത്തിലൊരിക്കൽ മാറുന്ന ഭരണസമിതിക്കാർ അവരുടെ കഠിനമായ കഷ്ടപ്പാടിന്റെ ഫലവുമാണ് ഈ അമ്പലം ഈ ഒരു ലെവലിലേക്ക് വന്നത്. പിന്നെ ഇപ്പോഴുള്ള ഒരു ഉത്സവ പരിപാടിയിൽ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഉത്സവ കമ്മിറ്റി കൺവീനേഴ്സ് അജിത് ലാൽ, അദ്ദേഹം ജോയിന്റ് സെക്രട്ടറി കൂടെയാണ്. അജിത് ലാൽ അമ്പാടി കണ്ണെന്ന് പറയും. അദ്ദേഹമാണ് ഈ വർഷത്തെ ഉത്സവ കമ്മിറ്റി കൺവീനർ. അവരുടെ കൂട്ടത്തിൽ ഒരുപാട് കമ്മിറ്റി അംഗങ്ങളും അവരുടെ കഠിനമായ പ്രയത്നവുമാണ് 10 വർഷത്തെ ഈ ആഡംബരമായ ഉത്സവം. പിന്നെ നമ്മുടെ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം, അവരുടെ ഒരു ക്ഷേത്രവുമായിട്ടുള്ള ബന്ധമാണ് നമ്മളെ ഈ ക്ഷേത്രം ഈ ലെവലിലോട്ട് മാറ്റിയത്. ഓരോ ഭക്തജനങ്ങൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവിയാണ് പട്ടാളത്ത് ചാമുണ്ടേശ്വരി ദേവി. ചരിത്ര പ്രസിദ്ധമായ ഈ പുണ്യഭൂമിയിലേക്ക് എല്ലാ ഭക്തജന പ്രവാഹമുണ്ട്. അവർക്കൊക്കെ ഉത്സവ ആശംസകൾ നേരുന്നു. ഈ ഉത്സവം ഇന്ന്
പള്ളിവേട്ട ദിവസമാണ് 9ാം ഉത്സവം. നാളെ ദേവിയുടെ പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അവർക്കെല്ലാം ഞാൻ ഉത്സവാശംസകൾ നേരുന്നു. ഈ പ്രോഗ്രാം ഇവിടെ കവർ ചെയ്ത ഹരിപ്രിയ പ്രൊഡക്ഷൻസിനും അതിന്റെ സഹപ്രവർത്തകർക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തന്നെ ക്ഷേത്രം ട്രസ്റ്റിന്റെയും ഉത്സവ ആഘോഷ കമ്മിറ്റിയുടെയും ദേവി നാമത്തിലും എന്റെ നാമത്തിലും നന്ദി കടപ്പാടും രേഖപ്പെടുത്തുന്നു.